ഹലോ ഗൈസ്, ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇതുപോലത്തെ ഒരു ഫ്ലവർ ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് അതിങ്ങനെ നാലായിട്ട് മടക്കിയതിന് ശേഷം ഒരു ചെറിയ റോസ് പെറ്റലിൻ്റെ ഷേപ്പിൽ ഇതാദ്യം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് മൊത്തം ഒരു 8 വേണം. 8 കൂടുതൽ എടുക്കാം, കാരണം ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് ചിലതൊക്കെ ഡാമേജ് ആയി പോകാം. അത് നമുക്ക് ഒരു 8 വേണ്ടേ. അടുത്ത് അതുപോലെ വേറൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് അതും ഇതുപോലെ നാലായിട്ട് മടക്കി അതിൽ വലിയ പെറ്റൽസ് കട്ട് ചെയ്തെടുക്കുക. നേരത്തെ എടുത്തതിനെക്കാട്ടിലും വലുതായിട്ട് പെറ്റൽസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഈ പെറ്റൽസിനെല്ലാം ഒരു ബോർഡിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം അതിൽ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിൽ ബോട്ടം പോർഷനിൽ ലൈറ്റ് കളർ റെഡും മുകളിലായിട്ട് ഡാർക്ക് കളർ റെഡുമാണ് നമ്മൾ അടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. സോ അങ്ങനെ 2 കളേഴ്സും ഇങ്ങനെ മിക്സ് ചെയ്ത് അടിച്ചു കൊടുക്കുക. അപ്പോൾ കാണാൻ കുറച്ചുകൂടെ രസമായിരിക്കും. ഒരു പെറ്റൽസിൻ്റെ ഒരു റിയൽ പെറ്റൽസിൻ്റെ ഒരു ഫീൽ കിട്ടും. പിന്നെ ഈ കളറൊന്നും ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതിന് കാണില്ല, കുറച്ചുകൂടെ ലൈറ്റ് ആവും. ചിലപ്പോൾ നിൽക്കും, എന്നാലും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ എല്ലാ പെറ്റൽസും കളർ ചെയ്തെടുക്കുക. അപ്പോൾ കളേഴ്സ് ചിലത് ലൈറ്റും ഡാർക്കും ആയിട്ടൊക്കെ എടുത്താൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. എന്നിട്ട് ഇതെല്ലാം അതിങ്ങനെ ഉണക്കിയെടുത്തു. എന്നിട്ടൊരു കമ്പി എടുത്ത് അത് ഇതുപോലെ ചുറ്റി അതിനുശേഷം അതിൻ്റെ ബാക്ക് പോർഷനിൽ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെറ്റൽസ് പോലെയാവും. എന്നിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്ത് അത് റോൾ ചെയ്ത് കമ്പിയിൽ ഇതുപോലെ വെച്ചതിന് ശേഷം അതിന് മുകളിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ബാക്കി വന്ന ഏതെങ്കിലും പെറ്റൽസ് ഇതുപോലെ ടിഷ്യൂ പേപ്പറിൽ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിൽ ഗ്രീൻ ടേപ്പും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. ആദ്യം ചെറിയ പെറ്റൽസാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഫെവിക്കോൾ തേച്ച് അത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് അടുത്തൊരു ചെറിയ പെറ്റൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാ ചെറിയ പെറ്റൽസും ആദ്യം നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് നമുക്കൊരു ഉദ്ദേശം കാണുമല്ലോ, ആ ഒരു രീതിയിൽ ഇതിൽ എല്ലാ ചെറിയ പെറ്റൽസും അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെറിയ പെറ്റൽസ് എല്ലാം അറേഞ്ച് ചെയ്യുമ്പോൾ ഇതുപോലെ വരും. ഇനി ബാക്കിയുള്ളതും കൂടെ അറേഞ്ച് ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് വേണ്ട ഫ്ലവർ ആകും. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.